ഞാനെങ്ങനെയാണ് നാളെ യാത്ര ചെയ്യുക? അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ട് ഞാനും ഒരു ഇത്തരക്കാരനാണോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയമുണ്ട്. അതെൻ്റെ ബോഡിയിൽ പ്രകടമാവും. അത് പ്രകടമാകുമ്പോൾ മറ്റുള്ളവർക്ക് അത് റീഡ് ചെയ്യാൻ പറ്റും. ഏതൊരു മനുഷ്യനും കള്ളമാദ്യം അവൻ്റെ ബോഡിയിൽ പ്രകടമാകണം. അത് പ്രകടമാകുമ്പോൾ ജനത്തിനത് ബോധ്യമാവുകയും അവർ പ്രതികരിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് പ്രകടമാകുന്നു? നമ്മിലെല്ലാം ഇവരെല്ലാം ഉണ്ട്. സത്യത്തിനും ധർമ്മത്തിനും അതിൻ്റെതായ ഒരു പ്രകാശമുണ്ട്. ദർശനങ്ങളെ പിൻപറ്റിയാണ് ഒരുവൻ നിൽക്കുന്നതെങ്കിൽ ഈ ജിംനാസ്റ്റിക്സ് ഒന്നും ആവശ്യമില്ല. അവന് ജയില് പോലും പ്രകാശമായിരിക്കും. അവർ വിളിച്ചുകൊണ്ട് പോയാലും അവരിനെ രണ്ട് തല്ലിയാലും അവനൊരു സത്യം കാണും. അത് ശരീരത്തിനാണ് കൊടുക്കുന്നതെന്ന് കാണും. ആ ഒരു അവസ്ഥിതിയിലേക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ട്രെയിനിങ്ങിലൂടെ വരേണ്ടതോ ആ അവസ്ഥിതിയിൽ സ്വബോധത്തിലെത്തിയിട്ടുണ്ടാവേണ്ടതോ ആയ ഒന്നിൽ ഇത് രണ്ടുമല്ലാതെ എത്തിച്ചേരേണ്ടി വരുമ്പോഴാണ് ഈ ഉത്കണ്ഠയും വിഷാദവും സംഘടിതത്വവും എല്ലാം നമ്മെ അലട്ടുന്നത്, ഭയപ്പെടുത്തുന്നത്. ഞാനെങ്ങനെയാണ് നാളെ യാത്ര ചെയ്യുക? അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ട് ഞാനും ഒരു ഇത്തരക്കാരനാണോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയമുണ്ട്. അതെൻ്റെ ബോഡിയിൽ പ്രകടമാവും. അത് പ്രകടമാകുമ്പോൾ മറ്റുള്ളവർക്ക് അത് റീഡ് ചെയ്യാൻ പറ്റും. ഏതൊരു മനുഷ്യനും കള്ളമാദ്യം അവൻ്റെ ബോഡിയിൽ പ്രകടമാകണം. തീർച്ചയായും. അത് പ്രകടമാകുമ്പോൾ ജനത്തിനത് ബോധ്യമാവുകയും അവർ പ്രതികരിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് പ്രകടമാകുന്നു? നമ്മിലെല്ലാം ഇവരെല്ലാം ഉണ്ട്. തീർച്ചയായും. അല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്ത വെറികൾ വായിച്ചാസ്വദിക്കാൻ നമുക്കാവുമോ? ഒരിക്കലാവില്ല സ്വാമിജി. നമ്മളതായി തീരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത്രയൊക്കെ പത്രത്തിൻ്റെ താളുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഏതൊരു മനുഷ്യനും എനിക്കതാകാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതിൽ നിന്നാണ് ഒരെണ്ണം കഴിഞ്ഞാൽ രണ്ടെണ്ണം വരുന്നത്. മാധ്യമങ്ങൾ ഇത്രയേറെ വാർത്ത കൊടുക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് ഇത്തരം അവബോധം ഇല്ലാതാകുകയാണ് വേണ്ടത്. കഴിഞ്ഞ 50 കൊല്ലത്തെ ചരിത്രം എടുത്താൽ തിരിച്ചാണ് നമ്മൾ കാണുന്നത്. ഏത് കുറ്റത്തിലും കപട സന്യാസിയെക്കുറിച്ച് ഒരു വാർത്ത എഴുതുമ്പോൾ താനാണ് അയാൾ എങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് കരുതി എഴുതി പിടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നീട് അതിനെ നിഷേധിച്ചുകൊണ്ട് അതേ പത്രങ്ങളിൽ തന്നെ സാധനം വരുന്നത് ഇങ്ങനെയുള്ളൊരു പ്രോസസ്സിലൂടെ ആയിരിക്കുമോ? തീർച്ചയായും. ആത്മനിഷ്ഠമായിട്ടല്ലാതെ വാക്കുകൾ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ഒരു മാധ്യമ സുഹൃത്തായാലും അതിനെ വിമർശിക്കുന്നവനോ ആസ്വദിക്കുന്നവനോ രണ്ടും ആയാലും, ഇപ്പം ഞാനതിനെ വിമർശിക്കാൻ പോകുന്നവനാണ്. എന്തിന് ഞാൻ വിമർശിക്കണം? എന്നെ അത് ബാധിച്ചിട്ടില്ല. ആ വ്യക്തിയുടെ ജീവിതമാണ് കാണുന്നത്. അത് അയാളുടെ ഒരു രോഗമാണ്. ഇതേപോലെ അത് മാന്യമായി ചികിത്സിക്കേണ്ടതാണ്. ഞാൻ എന്തിനത് ആസ്വദിക്കണം? അത് പറയാനാണ് വന്നത്. ഞാൻ നാളെ അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇത്തരമൊരറിവ് ജനതയ്ക്ക് കൊടുക്കുവാൻ മാധ്യമങ്ങൾക്ക് എന്ന് കഴിയും? സെൻസേഷണൽ പത്രപ്രവർത്തനത്തിന് കച്ചവട മുതലാളിമാർക്ക് സ്തുതിപാടി വളർന്ന വാർത്തകൾ എവിടുന്നുണ്ടാക്കിയും രാവിലെ ജനജീവിതത്തെ ദുസ്സഹമാക്കി തീർത്തുകൊണ്ട് കച്ചവട മുതലാളിമാരെ നിലനിർത്തുവാൻ നിലകൊള്ളുന്ന, അതിൻ്റെ ട്രെയിനിങ് മാത്രം ലഭിച്ചിട്ടുള്ള, പഠിച്ചിറങ്ങിയാൽ ഉടനെ എവിടെ ചെന്നും വാർത്തയുണ്ടാക്കാൻ പഠിച്ചിട്ടുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ട്രെയിൻ ചെയ്തിറക്കുന്ന ഒരു സ്ഥാപനത്തിന് എന്നാണ് ഇതിനെ തിരിച്ചറിയാൻ കഴിയുക? തെറ്റുകൾ അക്കമിട്ട് നിരത്താം, ഒരു പ്രാവശ്യം എഴുതാം. തെറ്റുകൾ എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് എഴുതുന്നത് എന്തിനാണ്? അവിടെയാണ് പ്രശ്നം. അയാൾ എങ്ങനെ നീലച്ചിത്രം എടുത്തു എന്നറിഞ്ഞിട്ട് നീലച്ചിത്രം എടുത്തു എന്നത് തെറ്റാണ്. അത്രയും മതി അയാളെ ശിക്ഷിക്കാൻ കാരണമായ തെളിവിന്. ആ കുറ്റം അയാൾ ചെയ്തു, അയാൾ ശിക്ഷിക്കപ്പെടണം. തീർച്ചയാണ്, അതിലൊന്നും ഒരു സംശയവും വേണ്ട. പക്ഷെ ആ ശിക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെയായിരിക്കണം? നാളെ അയാളും മറ്റൊരാളും ചെയ്യില്ലാത്ത വിധം ആയിരിക്കണം അയാൾ ശിക്ഷിക്കപ്പെടേണ്ടത്.